ഹായ് ഫ്രണ്ട്സ്, വീട് നിർമ്മിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കാറുള്ളത്. പലപ്പോഴും നമ്മുടെ പ്ലോട്ടിൻ്റെ അവസ്ഥകൾക്ക് അനുസരിച്ചൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മളെ പ്ലാനും അപ്പുറമായിരിക്കും വീടിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് കണ്ട് പരിചിതമില്ലാത്ത റൗണ്ട് ഷേപ്പായിട്ടുള്ള വീടാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കുന്നമംഗലത്തെ സുനിലേട്ടൻ്റെയും ഗ്രീഷ്മേച്ചിയുടെയും വീട്ടിലാണ്. മനോഹരമായിട്ടുള്ള വീടെന്ന് പറഞ്ഞാൽ 2500 സ്ക്വയർ ഫീറ്റിനുള്ളിൽ മനോഹരമായിട്ട് 4 ബെഡ്റൂമോട് കൂടി പ്ലോട്ടിനനുസരിച്ച് ഡിസൈൻ ചെയ്ത വീടെന്ന് തന്നെ പറയണം. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. പുതിയ രീതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും സംഭവിക്കുന്നത് വാസ്തുപ്രകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും വാസ്തുവിന് അപ്പുറമുള്ള ഡിസൈൻ അല്ലെങ്കിൽ വാസ്തുവിൽ കോംപ്രമൈസ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ ഒരു വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വാസ്തുവിൽ 100% സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയും കറക്റ്റിലാണ് ആ വീട് നിൽക്കുന്നതും. ഈ കാണുന്ന പ്ലോട്ട് ഏകദേശം 20 സെൻറ്റോളം ഏരിയ ഉണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് കുറച്ച് പൊങ്ങിയിട്ടാണ് ഈ ഒരു പ്ലോട്ട്. അതുപോലെ തന്നെ ഇത് ചെരിഞ്ഞ് സ്ലോപ്പായിട്ടുള്ളൊരു ലാൻഡാണ്. ഇതിനകത്ത് വരുമ്പോൾ മതിൽ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫില്ലായിട്ടുള്ള പോർഷനാണ്. മതിൽ ഇവിടുന്ന് താഴേക്കുള്ള പോർഷനാണ്. ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടെക്സ്ചർ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. സിറ്റ് ഔട്ടിൽ വരെ ഈ ഒരു പാസേജ് ആയിട്ട് പോകുന്നുണ്ട്. ഫ്ലോറിങ്ങിൽ കാണാം ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഗേറ്റിൻ്റെ ഡിസൈൻ കണ്ടില്ല, സിമ്പിളായിട്ട് തണ്ടർമാക്സിൻ്റെ ഷീറ്റും അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഒരു വർക്കുമാണ്. സിമ്പിൾ പൈപ്പ് ഡിസൈനിലാണ് ഈ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഗേറ്റ് ഹൈറ്റിൽ കൊടുക്കാറുണ്ട്, പക്ഷേ ഇവിടെ സിമ്പിളായിട്ട് വീടിൻ്റെ ഡിസൈനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന പ്ലോട്ടിൻ്റെ ഡിസൈൻ പോലും ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ മനോഹരിതമാക്കുന്നുണ്ട്. ഈ കാണുന്ന വലിയ പാസേജിലൂടെ നമ്മളിങ്ങനെ കയറി വരികയാണ് വീടിൻ്റെ ഡിസൈൻ നമുക്ക് ശരിക്കും കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ എൻട്രൻസ്. പക്ഷേ ആക്ച്വലി സിറ്റ് ഔട്ട് വരുന്നത് ഈ സൈഡിലേക്കാണ്. പക്ഷേ വീടിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാഴ്ച വരുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഈ പ്ലോട്ടിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഇവിടെ ചെയ്ത കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് 100% വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഗ്രാസ് കൊടുക്കാനുണ്ട്. ഇതിനെ ഇങ്ങനെ ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 കാറുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് മാറി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയ ആണ് ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈനിൽ നമുക്ക് കാണാം ക്ലാഡിങ് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേജ് കളറുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു നില ലെവലിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഈ കാണുന്ന ബേജ് വൈറ്റ് കളർ കോമ്പിനേഷൻ്റെ കൂടെ തന്നെ മെറ്റലിൽ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളറുള്ള പൈപ്പ് ഡിസൈൻ വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ. ആക്ച്വലി ഇതൊരു കോർട്ട്യാർഡാണ്. അതിലേക്കുള്ള വെൻറ്റിലേഷനും കൂടി പർപ്പസ് കണ്ടിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരെ വരുന്ന ഹാൾ ഒരു റൗണ്ട് ഷേപ്പും, അതുപോലെ ഈ ഒരു ബെഡ്റൂം വരുന്ന പോർഷൻ മറ്റൊരു റൗണ്ടും, അതുപോലെ സ്റ്റെയർ വരുന്ന ഒരു ഭാഗം ഒരു റൗണ്ടായിട്ടാണുള്ളത്. അപ്പോൾ ഈ റൗണ്ടുകൾ എങ്ങനെ ഇൻറ്റീരിയറിൽ അറേഞ്ച് ചെയ്തു പ്ലേസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അകത്ത് നോക്കി കാണേണ്ടതുണ്ട്. സുനിലേട്ടനും ലീഷ്മേച്ചിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് വർഷങ്ങളായിട്ട്. സുനിലേട്ടാ നമസ്കാരം. ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീട് പരിചയപ്പെടുത്താൻ അവിടെ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോയെന്ന് അന്വേഷിക്കാം. ഇവിടെ വന്നപ്പോൾ വീടിൻ്റെ ഷേപ്പ് അടക്കം വ്യത്യസ്തത. എനിക്ക് ആ ഫോട്ടോ ആദ്യം അയച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയത് കറക്റ്റ് റൗണ്ട് തന്നെ ആണോ എന്ന്. പൂർണ്ണമായിട്ട് റൗണ്ട് ഷേപ്പില്ലേ ഫ്രണ്ടേജ്, ആ രീതിയിലാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ ആദ്യം തന്നെ റൗണ്ട് ഷേപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സജസ്റ്റ് ചെയ്തതാണ്, എങ്ങനെയാണ് വന്നത്? ഒന്നുമല്ല, ആക്ച്വലി നമ്മൾ ആർക്കിടെക്ചറെ വേറൊരു ഡിസൈനാണ് കണ്ടത്. ആ ഡിസൈൻ കണ്ടിട്ട് നമ്മൾ പോയിട്ട് ആ വീടൊക്കെ കണ്ടു. പക്ഷെ ആള് പറഞ്ഞു വന്ന സ്ഥലം കണ്ടിട്ട് മാത്രമേ വീട് ഡിസൈൻ ചെയ്യുള്ളൂ. ആക്ച്വലി ഇത് എറണാകുളത്തുള്ള എഞ്ചിനീയറാണ് ഡിസൈൻ ചെയ്തത്. എക്സ്റ്റീരിയർ ഇന്റീരിയർ കംപ്ലീറ്റ്. എനിക്കൊന്ന് സ്റ്റാർട്ടിങ് ടു എൻഡ് ലാസ്റ്റ് നമ്മളെ കർട്ടൻ പർച്ചേസ് വരെ എന്ന് പറയാം ഫുൾ സെഡ് സുയിസാറും തമ്പീസ് എബിറ്റേറ്റുമാണ് ചെയ്തു തന്നത്. അതിന് അവിടെ നിന്ന് ആളുകൾ വന്ന് ചെയ്യാന്നുള്ളത് കുറച്ചൊരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആ സമയത്താണ് നിങ്ങളെ നിങ്ങളെ ചാനലിലെ ഐഫേനെ പരിചയപ്പെട്ടത്. ഫൈസ് അവിടുന്ന് പരിചയപ്പെട്ടു. പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് നമ്മളെ എഞ്ചിനീയർ ഇവരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് എന്താണോ എഞ്ചിനീയർ നമ്മൾ ഉദ്ദേശിച്ചത് അത് അതേപോലെ നമ്മൾ ഐഫ സൂപ്പർ ചെയ്തു തന്നിട്ട്. പിന്നെ ഐഫ ഞങ്ങൾ എത്തിപ്പെടുന്നത് ഫർണിച്ചർ താങ്ക്സ് ഒന്നും വേണ്ട, കാരണം നമ്മളെ സംബന്ധിച്ച് ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനകത്ത് വന്ന ഫർണിച്ചർ പലതും
അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്, ഐഫൈന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് ഒന്ന് പറയാലോ അല്ലേ? ചരിഞ്ഞ പ്ലോട്ടാണ്, വാസ്തുപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ എല്ലാം ചെയ്തത് വാസ്തുപ്രകാരമാണ്. അപ്പോൾ ഈ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറ് പൊന്തിയതാണ് ശരിക്കും വാസ്തുവിന് വീടിന് അനുയോജ്യമായ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തിൽ യാതൊരു മാറ്റവും വരുത്താതെ അതേ സ്ഥലത്തിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തത്. നമ്മളെ ലിവിംഗ് റൂം ഒരു സ്റ്റെപ്പ് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്, അതായത് ആ ലെവലിങ്ങിനനുസരിച്ച് പണിതു, അതാണ് സംഭവം. ഇപ്പൊ അതിനടക്ക് ഇവരൊന്നും പരിചയപ്പെട്ടില്ല, പേര് സാരംഗ്, ദേവാങ്ക്, പിന്നെ ലക്ഷ്മേശി. വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഡൈനിങ് ഏരിയ. എന്തുകൊണ്ട്? അത് അവിടെ നല്ല കാറ്റാണ്, അവിടെ ഡോറ് തുറന്നിട്ടാല് നല്ല, പിന്നെ വെളിച്ചം ആവശ്യത്തിന്, കിച്ചണിൽ നിൽക്കുമ്പോഴും അവിടെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. പക്ഷെ സാധാരണ എല്ലാവരോടും ചോദിക്കുമ്പോൾ വീട്ടുകാർ പറയാ കിച്ചണാണ് എനിക്ക് ഇഷ്ടമുണ്ട്, കാരണം കിച്ചണിൽ അവർ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടാവും. ഇതിനകത്തൊന്നും പറഞ്ഞു ചെയ്യിച്ചില്ലേ? പറഞ്ഞ് കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് ആ ഡൈനിങ്ങിൽ അവിടെ ഡോറ് വെക്കാൻ വേണ്ടിട്ടാ, പുറത്തേക്ക് നല്ല വൃത്തിയായിട്ട്. ഇന്റീരിയർ ടീം ആരെയാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്? ഐഫ ഡെക്കോർ ആണ് നമ്മൾ പരിചയപ്പെടുത്തിയ ടീം തന്നെയാണ്. ഇവിടെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ട് കോണ്ടാക്ട് ചെയ്ത ടീം. അതുകൂടാതെ ഐഡിയകളോ? ആക്ച്വലി ഇതിപ്പോ ഒരു 4 വർഷത്തിൽ കൂടുതലായി. 4 വർഷമായി സലീം ചെയ്ത സമയത്ത് തന്നെയാണ് കൂടെ കൂടിയതാണ്. അന്ന് തൊട്ടിട്ടുള്ള ഓരോരോ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നോക്കി അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കിയിട്ട് ഇതിന്ന് കുറെ സാധനങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ല ഓക്കെ. ഇനി ഇപ്പൊ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ചോദിക്കാലോ. ഏത് ഏരിയ ആണ് ഇഷ്ടപ്പെട്ടത്? ബെഡ്റൂം. ആ ബെഡ്റൂം ആണോ റൗണ്ടിൽ കിടക്കുന്നത്? അല്ല, അത് ഏകദേശം റൗണ്ട് തന്നെ അല്ലേ? ഓക്കെ, ഇനി നിനക്കോ? മോനേതാ ഇഷ്ടമായത്? എനിക്ക് ഗസ്റ്റ് റൂം അതാണ് താഴെയുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ റൗണ്ട് വരുന്ന ഏരിയകൾ, ആ ഗസ്റ്റ് റൂം അടിപൊളിയാട്ടോ. ആ ഒരു ഗ്രില്ലിന്റെ വെന്റിലേഷൻ ഒക്കെ ഉള്ള ഏരിയ അത് നമുക്ക് കാണണം കേട്ടോ. നമുക്ക് വീട് കണ്ടാലോ? ഓക്കെ, അപ്പൊ വളരെ നന്ദി വീട് പരിചയപ്പെടുത്താൻ സഹായിച്ചതിൽ. വന്നിട്ട് ഇത് നിങ്ങളെ ചാനൽ ഉൾപ്പെടുത്തിയത് സന്തോഷം. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. സിറ്റ് ഔട്ടിലെ കാഴ്ചകൾ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒരു എക്സ്ട്രാ പോർഷൻ കിച്ചണിൻ്റെയും സിറ്റ് ഔട്ടിന് ഇടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്യാൻഡിലിവർ ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്ലാസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്, ഗ്ലാസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിലാണ് ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു സ്പേസാണ്. പെട്ടെന്ന് നമ്മളെ ഗസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ വീടുകളിലെ സ്റ്റെപ്പുകളിലേക്ക് മഴവെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് വരുന്നൊരവസ്ഥ കാണാറുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു എലിവേഷനാണ് കേട്ടത്. കാരണം ഈ റൗണ്ടിൽ നിന്ന് വരുന്ന ബീമിനെ നേരെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ പോർഷൻ കാണാം. ഇവിടെ എക്സ്ട്രാ ഇൻ്റർലോക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ആർക്കിടെക്ചറൽ ഡിസൈൻ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ റൗണ്ടും കിച്ചണിൻ്റെ സ്ക്വയർ ഷേപ്പായിട്ട് വരുന്ന ഒരു പോർഷൻ ഇവിടെയാണ് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അഡീഷണൽ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഈ ഒരു വാളിനെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൻ്റെ എക്സ്ട്രാ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന വിൻഡോകളാട്ടോ. ഈ ഒരു കോളം ഇതൊക്കെ ചെങ്കല്ലിനെ കവർ ചെയ്തിരിക്കുക കേട്ടോ. അത് പില്ലർ കോൺക്രീറ്റിലല്ല വന്നിരിക്കുന്നത്, എന്നാൽ പില്ലർ ഡിസൈനുകളാണ് വന്നിരിക്കുന്നത്. അതിനെ ടൈല് ആണ് ക്ലാഡ് ചെയ്തിരിക്കുന്നത് ബേജ് കളറിൽ, നമ്മൾ നേരത്തെ മറ്റേ സൈഡിൽ പറഞ്ഞതുപോലെ തന്നെ. ഇനി ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു പോർഷൻ ഈ കാണുന്ന സിറ്റ് ഔട്ടിലെ ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന ടൈലിൻ്റെ വർക്കാണ്. ഇവരുടെ ടീം തന്നെ ഡയറക്റ്റ് വന്ന് ചെയ്ത ഒരു ടൈൽ വർക്കാണ്. നമുക്ക് ഇതിൻ്റെ ഒരു എഡ്ജ് പോലും എത്രത്തോളം ഷാർപ്പാണെന്നുള്ളത് നോക്കാൻ പറ്റും. സാധാരണ ഗ്രാനൈറ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ലപ്പോത്ര കൊടുക്കുകയാണെങ്കിൽ ഇത്ര തിക്നെസ് കിട്ടില്ല. പക്ഷേ ടൈലിൽ എഡ്ജ് 45 കട്ട് ചെയ്തുകൊണ്ട് ഇത് ഇത്ര മനോഹരമായിട്ട് കിട്ടി എന്നുള്ളതാണ്. ലപ്പോത്രയാണ്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല ലാൻഡ്സ്കേപ്പിംഗ് വരുന്നുണ്ട്. സാധാരണ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് വരുന്നത് പോലെയല്ല, 2 സൈഡിലേക്കും എക്സ്ട്രാ കാണുന്നു ഇതുപോലെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ പ്ലാന്റർ ബോക്സ് ഏരിയ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി അങ്ങ് പോയി നോക്കാം. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ET സീരീസിലെ ഗ്ലാസ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവും, ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഹോളിൽ നിൽക്കുകയാണെങ്കിൽ, ഈ സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അടിപൊളിയായിട്ടുള്ള സിറ്റിംഗ് കാണാം. സാധാരണ വീട്ടുകളിൽ കാണുന്ന പോലെ വുഡൻ സിറ്റിംഗ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ടൈല് തന്നെ നന്നായിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. 45 കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്.
ഇതിനകത്ത് മെറ്റൽ കൊണ്ടുള്ള സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ടൈൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫുൾ ബോഡിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എഡ്ജ് ഈ ഒരു രീതിയിൽ ഒരുപോലെ തന്നെ കിട്ടുന്നത്. രണ്ട് രീതിയിൽ ടൈൽ ഇങ്ങനെ വന്ന് ജോയിൻ്റ് ആവുന്ന ഏരിയ 45-ൽ കട്ട് ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ചെയ്ത വർക്കേഴ്സിന് ഇരിക്കണം ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പ്രത്യേകം പറയണം. കാരണം ഈ ഒരു സിറ്റ് ഔട്ടിൽ അവരുടെ നല്ലൊരു ഹാർഡ്ഷിപ്പായിട്ടുള്ള വർക്ക് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു കോളം ഡിസൈനിൽ വന്നിരിക്കുന്ന ടൈലുകളാണ് കേട്ടോ, അപ്പോക്സി ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഈ വൈറ്റ് വോളിൻ്റെ ഒരു കണക്ഷനും കൂടെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഴവെള്ളം തട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് ഡക്ക് വുഡാണ്. നമ്മൾ ഗേറ്റിലും അതുപോലെ ഫെൻസ് ഡിസൈനിലൊക്കെ കൊടുക്കുന്ന വുഡൻ ഡിസൈനാണ്. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടൈലായതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവുമില്ല. എന്നാൽ ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോൾ 8x4 ടൈലുകൾ വലുത് തന്നെയാണ് ഈ ഒരു വൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ലെപ്പോത്ര ടൈലിലാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെയൊക്കെ കണ്ണുടക്കിയിരിക്കുന്നത് ഈ മെയിൻ ഡോറിലായിരിക്കുമെന്നറിയാം. ഈ മെയിൻ ഡോറ് ഇങ്ങനെ ഇതേ ഷേപ്പിൽ തന്നെ കെർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. 8 ഇഞ്ച് വിടത്തിലുള്ള ഈ ഒരു കട്ടില അതിൻ്റെ എഡ്ജ് അല്ലെങ്കിൽ എൻഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, അതും കർവിലാണ്. അപ്പോൾ ഡോറിൻ്റെ ഓരോ പീസുകൾ എങ്ങനെ കർവ് ചെയ്തു എന്ന് സംശയം ഉണ്ടാവും. അതൊക്കെ തീർക്കണമെങ്കിൽ വീടിൻ്റെ അകത്ത് കയറണ്ടേ. നേരെ അകത്തേക്ക് കയറിയാലോ. വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു ഹാളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എക്സ്റ്റീരിയറിൽ എന്താണോ കണ്ടത് അതേ ഒരു ഭംഗിയിൽ അത് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഡോറിൻ്റെ ഡിസൈൻ തന്നെയാണല്ലോ. ഡോറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് അകത്തുനിന്നും പുറത്തുനിന്നും കാണാൻ പറ്റും. അതൊരു ബെൻഡ് ഷേപ്പിലാണ്. ഇതിൻ്റെ ഹാൻഡിൽ പോലും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ വുഡിൽ തേക്ക് ഫിനിഷിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചട്ടം എന്ന് പറയുന്ന ഭാഗം ഇതാ ഇവിടെ കെർവായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് എല്ലാം ഒരു റീപ്പറുകളായിട്ട് ഇങ്ങനെ വളച്ചെടുത്തിട്ട് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തതെങ്കിലും അതിൻ്റെ ഫിനിഷ് ആയി വന്നപ്പോൾ ഡോർ മനോഹരമായി എന്ന് തന്നെ വേണം പറയാൻ. വീടിൻ്റെ ഹാളിൽ റൗണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്തുനിന്ന് ഡൈനിങ്ങിലേക്കുള്ള ഈ ഒരു സ്റ്റെപ്പുകൾ കണ്ടാൽ അറിയാം. ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്ത് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള സ്റ്റെപ്പുകൾ വീട്ടിനകത്ത് കൊടുക്കുമ്പോൾ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടിയാണ് ഈ ലൈറ്റ് കൊടുക്കുന്നത്. ഈ കാണുന്ന സർക്കിളിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു സോഫ ഈ ലിവിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയ്ക്ക് ആപ്റ്റ് ആകുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ വെർട്ടിക്കലായിട്ടുള്ള വിൻഡോകൾ വരുന്നുണ്ട്. എല്ലാം കർട്ടൻസ് കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ TV ഏരിയ കൂടെ ആണത്. ഇവിടെ ചാർക്കോൾ പാനലുകളാട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ പാനലുകളെല്ലാം മനോഹരമായിട്ടുള്ള ഒരു വുഡൻ സ്ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ TVയും കൊടുത്തിട്ടുണ്ട്. കർവ് ചെയ്തിട്ട് തന്നെയാണ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിൽ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹാളിലേക്കുള്ള മാക്സിമം ലൈറ്റ് കിട്ടുന്നത് അതിലൂടെയാണ്. അതുപോലെ നൈറ്റിലാണെങ്കിൽ മേലെ കാണുന്ന POP സീലിംഗ് വർക്കുകൾ കാണാം. ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഏരിയയ്ക്ക് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ വലിയ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ വലിയൊരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച, ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ആർക്കിടെക്റ്റ് ശ്രദ്ധിച്ചിട്ടുള്ളത്. വീട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് ബെഡ്റൂമുകളെല്ലാം ഒരു സൈഡിലേക്ക് പ്ലംബിംഗ് ഏരിയയിൽ വരുന്ന പൈപ്പുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് കുറക്കാൻ, എണ്ണം കുറക്കാനൊക്കെ അത് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പിലാട്ടോ ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് ഭംഗിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ കാണാം ഒരു വലിയ വിൻഡോ. ഈ വിൻഡോ നേരെ പുറത്തേക്ക് ഇറങ്ങാനും കൂടെ പറ്റുന്ന രീതിയിൽ വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത്. വിത്ത് ഗ്രില്ലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറും അതുപോലെ വിൻഡോയും കൂടിയാണ് വരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് വിത്ത് ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചണിന് നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വാഷിംഗ് ഏരിയ കൂടെ വരുന്നുണ്ട്. വാഷിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു പോർഷൻ, അതൊന്ന് പ്രൈവസി കൂടെ അല്ലെങ്കിൽ മാക്സിമം നീറ്റായിട്ട് നിൽക്കണമെന്നുള്ളതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ ഈ ഹാളിലെ ഫ്ലോറുകളെല്ലാം നമുക്കറിയാം വലിയ ടൈലുകളാണ് ഹാളിലൊക്കെ കൊടുത്തതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 800, 1600 വന്നിട്ട് സെയിം ഡിസൈൻ ടൈലുകളാണ് വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വരുന്ന അപ്പോക്സി വൈറ്റ് കളർ പറഞ്ഞാൽ ഗ്ലാസ് അപ്പോക്സിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ ഈ ഓപ്പൺ കിച്ചണിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. വലിയൊരു ആർക്കിട്രേവ് കാണാം. ഇതെല്ലാം മൈക്കയിലാട്ടോ ഡിസൈൻ ചെയ്തത്. മൈക്ക ക്രീം കളറും വൈറ്റ് കളറൊക്കെ കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം ഐഫ ഡെക്കോറിൻ്റെ വർക്കുകളാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും ടൈല് 45-ൽ കട്ട് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഒരുപാട് ടൈപ്പ്
ടോപ്പുകൾ, മാർബിൾ ടോപ്പുകൾ, ഫുൾ ബോഡി ടോപ്പുകൾ, ഗ്രാനൈറ്റ് ടോപ്പുകൾ, അതുപോലെ സ്റ്റോൺ കോട്ടഡ് സ്റ്റോണ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇവിടെ ടൈല് സാധാരണ ഗ്ലോസി ടൈലിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഫുൾ ബോഡിയിലാണെങ്കിൽ നിങ്ങൾക്ക് എഡ്ജ് ഇതുപോലെ കാണില്ല, അത് സ്മൂത്ത് ആയിട്ട് തന്നെ കിടക്കുന്ന പോലെ ഒരേ കളറിൽ ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ഇതാ അടിപൊളിയായിട്ട് വൈറ്റിൽ ചെയ്തു, വൈറ്റ് അപ്പോക്സി കൊണ്ട് ചെയ്തു. അതുപോലെ കിച്ചൺ ക്യാബിനറ്റ് കാര്യങ്ങളെല്ലാം വൈറ്റ് കൊടുത്തത് കൊണ്ട് ഈ ഒരു ഏരിയനെ വൈറ്റ് കിച്ചൺ ഫീൽ ചെയ്യണമെങ്കിൽ ലൈറ്റുകൾ വൈറ്റ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ലൈറ്റുകളും മൊത്തത്തിൽ വൈറ്റ് സ്കീമിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ വീടുകളിൽ വാം ലൈറ്റ്, ന്യൂട്രൽ വൈറ്റ്, വൈറ്റ് കളർ, ഈ 3 കളറുകളാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത്. എന്നാൽ ഈ വീട്ടിൽ കോമൺ ആയിട്ട് വൈറ്റ് കളറാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വൈറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബേജ് കളർ കൊണ്ടുവന്നിരിക്കുകയാണ്. ചെറിയൊരു പിങ്കിഷ് ബേജ് ആണ് ഇത്. മൈക്കയിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡുകളിൽ പ്രൊഫൈൽ ഹാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കിച്ചണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലുള്ള ഡിസൈനുകളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലുകൾ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രോളിക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ഡ്രോവേഴ്സ്, അതുപോലെ ഡോറുകൾ, അതുപോലെ തന്നെ ടാൻഡം ബോക്സ് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടാൻഡം ബോക്സ് റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ ഇവിടെ റെഡിമെയ്ഡ് അല്ല ചെയ്തിരിക്കുന്നത്. അതുപോലെ GTPT അത് താഴെ കേട്ടോ പ്ലേറ്റിന് വേണ്ട അല്ലെങ്കിൽ പാത്രങ്ങൾക്ക് വേണ്ട ഏരിയകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ സ്പൂൺ ട്രേ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗവിന് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തത്. പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. സാധാരണ ഇത് GTPT സെറ്റ് ചെയ്യുക ഈ ഒരു സിങ്കിൻ്റെ മേലെയാണ്. അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് കവർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈജീനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന രീതിയാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഷട്ടർ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഷട്ടറിൻ്റെ കാര്യങ്ങളും മിക്സി കാര്യങ്ങളൊക്കെ ഷട്ടറിനകത്താണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇൻറ്റീരിയറിൽ സുലഭമായി കാണുന്ന ഓരോ ആക്സസറീസ് ആണ്. ഇൻറ്റീരിയർ സിമ്പിളായിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ആക്സസറി കൂട്ടിയിട്ടൊക്കെ ചെയ്യാം. ഇവിടെ ദാ വലിയൊരു ഷെൽഫ് ഫുൾ സൈസിലാട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ഫ്രിഡ്ജിൻ്റെ മേലെയും സ്റ്റോറേജ് ഉണ്ട്. ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഈ വുഡൻ കളറുള്ള ഏരിയകളിലും സ്റ്റോറേജുകളാണ്. അപ്പോൾ ഒരു വീട്ടിനകത്ത് മാക്സിമം ഉള്ള സ്റ്റോറേജുകൾ ഇതൊന്നും മതിയാവില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എക്സ്ട്രാ സ്റ്റോർ റൂമും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഒക്കെ വരിക. ഇവിടെ അഡീഷണൽ വർക്ക് ഏരിയ, കിച്ചൺ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പുകയില്ലാത്ത അടുപ്പുണ്ട്, അഡീഷണൽ സ്റ്റോറേജ് ഏരിയകളുണ്ട്. അങ്ങനെ അതുപോലെ ഗ്രാനൈറ്റ് ടോപ്പോട് കൂടിയ ഒരു സിങ്കും ഉണ്ട്. ഇവിടെയാണ് മാക്സിമം എക്സ്ട്രാ സ്റ്റോറേജുകൾ വന്നിരിക്കുന്നത്. വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ കാണുന്ന വീടിൻ്റെ കിച്ചൺ. മാക്സിമം വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതൊരു സമയത്തും ഇതുപോലെ ഓപ്പൺ ചെയ്ത് നാച്ചുറൽ, അതായത് വീട്ടുകാർക്ക് വീട്ടിലെ ഒരു ആംബിയൻസോട് കൂടി തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡൈനിങ്ങിൻ്റെ നേരെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധാരണ രീതിയിലുള്ള കോബ്ലൈറ്റ് അല്ല, LED സ്ട്രിപ്പുകൾ ഡബിൾ ആയിട്ട് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മൈക്ക ഡിസൈനാണ് സീലിങ്ങിലെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ആംബിയൻസ്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമുകളെ കുറിച്ചും അതുപോലെ സ്റ്റെയർ ഏരിയ എവിടെയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുക. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഈ കാണുന്ന കോറിഡോറിലൂടെ ഇവിടെ ഒരു പൂജാ ഏരിയ ഉണ്ട് കേട്ടോ. പൂജാ ഏരിയയുടെ ഡിസൈനും സിമ്പിൾ ഇൻറ്റീരിയറിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടുത്തെ സ്റ്റെയർ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഷെൽഫ് കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. എല്ലാം വൈറ്റ് ടൈലായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നിലനിൽക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വുഡൻ സ്റ്റൈലിലുള്ള സ്റ്റെയറുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ടൈൽ 45 കട്ട് ചെയ്ത് എഡ്ജ് ചാംഫർ ചെയ്ത് മനോഹരമാക്കിയ സ്റ്റെപ്പുകളാണ്. അതുപോലെ ഇവിടെ ഹാൻഡിലുകൾ സാധാരണ നമ്മൾ കാണുന്ന ഹാൻഡിൽ ഡിസൈനേ അല്ല, ജസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ SS-ൻ്റെ പൈപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. റാഡ് ഹാൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ഗ്രാബിന് വേണ്ടിയിട്ട്. അതുപോലെ എക്സ്ട്രാ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം സ്റ്റെപ്പുകൾ കാണാനും ഇത് സാധാരണ ഓപ്പൺ ഏരിയ അല്ലാത്തത് കൊണ്ടാണ് അതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ മേലെ കൂടുതൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഗ്ലാസ് ടോപ്പും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലെ രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള ബെഡ് കോട്ടിൻ്റെ ഡിസൈൻ ഏറ്റവും സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഐഡിയ ആയിട്ടുള്ളത്. ഒരു ഹെഡ് ബോർഡ് ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വോളിൽ ലൈറ്റ് LED സ്ട്രിപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ലൈറ്റൊന്നും ഈ റൂമിൽ വേണമെന്നില്ല. ഈ കാണുന്ന LED സ്ട്രിപ്പ് ലൈറ്റ് ഇത് വോളിൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നേരെ സീലിംഗ്
സീലിങ്ങിലേക്ക് പോകുന്ന രീതി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല വീടുകളിലും വീടിൻ്റെ ഡിസൈനിൽ അല്ലെങ്കിൽ വിൻഡോകളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള പോർഷൻ കാണാം, ടൈല് കൊടുത്ത് അല്ലെങ്കിൽ നാനോ വൈറ്റിൻ്റെ പീസ് കൊടുത്തിട്ടാണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ചളി പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറാറുണ്ട്. എന്നാൽ അതിനെ എത്രത്തോളം നമുക്ക് മുക്തമാക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് നമുക്ക് നനച്ച് തന്നെ തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നാനോ വൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്ലൈഡിങ് ഡോറോട് കൂടിയ വാർഡ്രോബ് കാണാം. ഐഫ ഡെക്കോറിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ. അവരുടെ നല്ലൊരു ഡിസൈനാണ് ഈ കാണുന്ന വാർഡ്രോബ്. അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ കൂടുതൽ ഷെൽഫുകൾ വരുന്ന ഒരു ഏരിയ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഏറ്റവും സിമ്പിളായിട്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന ആളുകൾ ഹെഡ് ബോർഡിൻ്റെ ഡിസൈനിൽ ആ ചുമരിനെ ജസ്റ്റ് ഒരു കളർ പെയിൻറ്റ് വേരിയേഷൻ മാത്രം കൊടുത്താൽ തന്നെ ആ ഒരു റൂമിൻ്റെ ഒരു ആംബിയൻസ് തന്നെ മാറും. അപ്പോൾ സിമ്പിൾ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഇതാ സിമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വാളിനെ ഒരു ഡിഫറെൻറ്റ് കളർ തീമിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ LED സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ട് ഈ വീട്ടിലെ ലൈറ്റിംഗ് സിസ്റ്റം ചെയ്തു എന്നുള്ളതാണ്. കൂടുതൽ ലൈറ്റോ ആർഭാടങ്ങളോ ഒന്നുമില്ല, എല്ലാം സ്ട്രിപ്പ് ലൈറ്റിൽ സിമ്പിളായിട്ട് വാളിലാണെങ്കിലും സീലിങ്ങിലായിട്ടും ചെയ്തു. അതുപോലെ എക്സ്ട്രാ ജിപ്സം വർക്കോ ഒന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏറ്റവും സിമ്പിൾ ഡിസൈൻ. ഈ കാണുന്ന ബെഡിൻ്റെ ഡിസൈൻ ഈ റൂമിലേക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ സിമ്പിളായിട്ട് എലഗൻ്റായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ് കോട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വാർഡ്രോബിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇതിലേക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളത് തന്നെയാണ്. ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കർട്ടന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഏരിയയാണ്. നേരെ ഈ ഷിയർ മാറ്റി ഈ പ്ലീറ്റഡ് കർട്ടനും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണം. ഇതാ അടിപൊളിയായിട്ടുള്ള ഒരു കോർട്ട്യാർഡാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട ആ ഒരു ഏരിയനെ എത്രത്തോളം മനോഹരമായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ കാണുന്ന പൈപ്പ് ഡിസൈൻ നമ്മൾ എക്സ്റ്റീരിയറിൽ കാണിച്ചിരുന്നു. അതിനകത്തുള്ള ഒന്നാമത്തെ പോർഷനാണ് ഈ ഒരു ഭാഗം. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് നമുക്ക് ബെഡ്റൂമിൽ നിന്നുള്ള വലിയ വിൻഡോകളാണ്. ഇത് സ്ലൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വുഡൻ ഡിസൈനിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീഫിൻ്റെ ഡിസൈനിലാണ് മെറ്റൽ സ്ട്രക്ചർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതേ ഡിസൈൻ നേരെ ഫ്ലോറിലും കൊണ്ടുവന്നിരിക്കുന്നുണ്ട്, ടൈല് ഡിസൈൻ ചെയ്തിട്ട്. അതുപോലെ നല്ലൊരു ഊഞ്ഞാലും ഇവിടെ കൊടുത്ത് ഈ ഒരു ഏരിയനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള ഐഡിയകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും. അതിനൊക്കെ ആപ്റ്റാവുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ വീട്ടിൽ ഇവിടെ ഭംഗിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീട് എന്ന് പറഞ്ഞാൽ കുറേ സ്പോട്ടുകളാണ്, കുറേ സ്പേസുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ആ ഒരു ഭംഗി ആസ്വദിച്ച് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാം. ഇവിടെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ ടൈപ്പ് കളർ ടൈലിൽ തന്നെയാണ്. അതിൻ്റെ അപ്പോക്സി സെയിം കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ ഹൈറ്റിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവിടെ വെൻറ്റിലേഷനുള്ള വിൻഡോയും ടോപ്പിൽ തന്നെ കൊടുക്കാൻ കാരണം വെൻറ്റിലേഷനും ലൈറ്റിങ്ങും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. ഡേ ടൈമിൽ നാച്ചുറൽ ലൈറ്റ് അവിടെ കിട്ടും. അതുപോലെ നാനോ വൈറ്റ് ടോപ്പാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വാഷ് ബേസിനെ ഹൈഡ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് അകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് നാനോ വൈറ്റ് ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഒരു കൗണ്ടറിന് പിന്നിലുണ്ട്. പിന്നെ മിററിൻ്റെ പിന്നിൽ ബാക്ക് ലൈറ്റിൽ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കൂടെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിലെ മാസ്റ്റർ ടോയ്ലറ്റ് പോലെയല്ല, ഒന്നും കൂടെ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ലാൻഡിങ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ആ വുഡൻ ഐഡിയ അവിടെ നിന്നു. ഈ കാണുന്ന വൈറ്റ് ടൈൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നേരെ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ഏരിയയാണ് സ്റ്റഡി ഏരിയ. സ്റ്റഡി ഏരിയ നല്ല ലൂവേഴ്സ് കൊടുത്ത് നല്ല വുഡൻ വർക്കിലൊക്കെ സിമ്പിൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. 2 ഡ്രോവേഴ്സ്, അതുപോലെ ഒരു എക്സ്ട്രാ ടേബിള്, അതിൽ ഡ്രോവേഴ്സ് കൊടുത്തു. നല്ല ഒരു ചെയറും ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ്. നേരെ ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ് കേട്ടോ. ഒരു റൗണ്ടിലുള്ള എന്താ പറയുക ലിവിങ് നമുക്ക് ഇവിടുന്ന് കാണാം. അതിനൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വിൻഡോയിലൂടെ നമുക്ക് പുറത്തുള്ള നമ്മുടെ ഗാർഡനിലേക്കുള്ള വ്യൂ കൂടെ വരുന്നുണ്ട്. ഇനി നേരെ ഹാളിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ഹാളിൽ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ 2 ബെഡ്റൂമാണുള്ളത്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. സിമ്പിളായിട്ട് ഇൻറ്റീരിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ഐഡിയ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാളിന് സിമ്പിളായിട്ടുള്ള ഒരു കളർ ഡിഫറൻസ് കൊണ്ടുവരിക. സാധാരണ വൈറ്റ് വാളിനപ്പുറം
ഒരു ഡാർക്ക് കളർ കൊണ്ടുവരിക, അതിനകത്ത് നേരെ ഹെഡ് ബോർഡ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബെഡ് കോട്ട് മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കളർ സ്കീമിലാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ഈ കാണുന്നതിൻ്റെ ലൈറ്റ് കളറിൻ്റെ ഡാർക്ക് കളർ തന്നെയാണ് ഈ ഹെഡ് ബോർഡ്, അതുപോലെ ഫാബ്രിക് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബും സ്റ്റഡി ഏരിയയും വന്നിരിക്കുന്നത്. പിന്നെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡോറിനപ്പുറം, ഡോറ് നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സെയിം ഐഡിയയിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ കിട്ടുന്ന രീതിയിൽ, പുറത്തുനിന്നുള്ള ആ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉള്ളത്. ഈ കാണുന്ന ഏരിയയിലൊക്കെ ടഫൺ ഗ്ലാസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. റൗണ്ട് ചെയ്ത് ടഫൺ ഗ്ലാസ് ചെയ്യുന്ന സിസ്റ്റം ഇപ്പോൾ അടുത്താണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്താണ് നമ്മുടെ ഏരിയകളിലൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കോസ്റ്റ്ലി കൂടിയാണ്. സിമ്പിൾ റൗണ്ട് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അത് ടഫൺ ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ ടഫൺ ചെയ്ത ഐഡിയുള്ള ഗ്ലാസ്സുകൾ കാണാം, നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിനെ മെറ്റൽ കൊണ്ട് സപ്പോർട്ട് ചെയ്തു. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയായി മാറും ഈ ഒരു ബാൽക്കണി. ഇപ്പോഴും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നാച്ചുറിനെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ വുഡൻ ഡോറുകൾ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് വിൻഡോയുടെ ഷേപ്പും ഫിക്സഡ് ഗ്ലാസും അതുപോലെ ഓപ്പണിംഗ് ഏരിയ ഉണ്ട്. ഫ്ലോർ ആണെങ്കിൽ ടൈലാട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ടൈലുകൾ എന്ന് പറഞ്ഞാൽ 1/2 അടിയിൽ വരുന്ന 6 ഇഞ്ച് സൈസിൽ വരുന്ന 1 മീറ്ററോളം നീളം വരുന്ന രീതിയിലുള്ള ടൈലുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. സ്ട്രിപ്പ് ടൈല് എന്നാട്ടോ പറയാം, സ്ട്രിപ്പ് ടൈല്. അപ്പോൾ വുഡൻ സ്റ്റൈലിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. വുഡ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്കറിയാം വെള്ളം നനഞ്ഞു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അതുപോലുള്ള ഏരിയകളിൽ ടൈല് തന്നെയാണ് ഏറ്റവും നല്ലത്. വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം പൂവണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളതും എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വീടിൻ്റെ ഭംഗി നമ്മൾ ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള പല ഡിസൈനുകളും റൗണ്ട് ഡിസൈനും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഐഡിയകൾ കൂടി നിങ്ങൾ നിർമ്മിക്കുന്ന വീടിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടിന് ഉണ്ടാവട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടിപൊളി വീട് ആശയങ്ങൾ നമ്മുടെ പേജിൽ ഒരുപാടുണ്ട്. നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഡെക്കോ ഡിസൈൻ എന്ന പേരിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്ത് കാണാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.